വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പിവറ്റ് ടേബിളിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഈ പിവറ്റ് ടേബിളിൻ്റെ പ്രത്യേകത ഇതാണ്: തീയതികളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾക്ക് വളരെ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ക്ലിക്കിൽ ഉത്തരം കണ്ടെത്താൻ നമ്മൾ സഹായിക്കുന്ന പിവറ്റ് ടേബിളാണിത്. ഉദാഹരണത്തിന് 2022 എന്ന വർഷത്തിലെ ഞായറാഴ്ചകളുടെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അതായത് ഞായറാഴ്ചകൾ ഏതൊക്കെ തീയതികളിലാണ് വരുന്നതെന്നുള്ള ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഒരൊറ്റ ക്ലിക്കിൽ ഈ പറഞ്ഞ പിവറ്റ് ടേബിളിൽ നിന്ന് ഈ ലിസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി 2023 വർഷത്തിലെ ജൂൺ മാസത്തിൽ ബുധനാഴ്ചകൾ ഏതൊക്കെ തീയതികളിലാണ് വരുന്നതെന്നുള്ളത് കണ്ടെത്തണമെന്ന് വിചാരിക്കുക. വീണ്ടും ഒരൊറ്റ ക്ലിക്കിൽ ഈ പറഞ്ഞ പിവറ്റ് ടേബിളിൽ നിന്ന് ഈ ലിസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. വളരെ പെട്ടെന്ന് 2 ഉദാഹരണങ്ങൾ പറഞ്ഞാണ്. ഇതുപോലെ തീയതികളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾക്ക് ഈ പിവറ്റ് ടേബിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും. ഇനി ഈ പിവറ്റ് ടേബിൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ 3 ചോദ്യങ്ങൾക്കാണ് നമുക്ക് ഉത്തരം കണ്ടെത്തേണ്ടത്. ഒന്ന്, 2022 എന്ന വർഷത്തിലെ ഞായറാഴ്ചകളുടെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. 2, ജനുവരി 1, 2020 തുടങ്ങി ഡിസംബർ 31, 2024 വരെയുള്ള 5 വർഷങ്ങളിലെ വെള്ളിയാഴ്ചകളുടെ എണ്ണം കണ്ടെത്തുക. 3, 2023 ജൂൺ മാസത്തിൽ ബുധനാഴ്ചകൾ വരുന്ന തീയതികളുടെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഒരു സിമ്പിൾ പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഈ ചോദ്യങ്ങൾക്ക് മാത്രമല്ല ഇതുപോലുള്ള അനേകം ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും. അതെങ്ങനെയെന്ന് നോക്കാം. ആദ്യം ജനുവരി 1, 2020 തുടങ്ങി ഡിസംബർ 31, 2024 വരെയുള്ള തീയതികളുടെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഡേറ്റ് എൻ്റർ. ഇവിടെ ജനുവരി 1, 2020 എന്ന തീയതി എൻ്റർ ചെയ്യുക. 1/1/2020 എൻ്റർ. ഇനി ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഹോം ടാബിൽ ഫിൽ സീരീസ് എന്ന ഡയലോഗ് ബോക്സിൽ കോളംസ് ടൈപ്പ് എന്ന സെക്ഷനിൽ ഡേറ്റും ഡേറ്റ് യൂണിറ്റ് ആയിട്ട് ഡേയും ആണ് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതെന്ന് ഉറപ്പുവരുത്തുക. സ്റ്റെപ്പ് വാല്യൂ 1. സ്റ്റോപ്പ് വാല്യൂവിന് നേരെ 31/12/2024 എന്ന തീയതി എൻ്റർ ചെയ്യാം. 31/12/2024. ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ജനുവരി 1, 2020 തുടങ്ങി ഡിസംബർ 31, 2024 വരെയുള്ള 5 വർഷങ്ങളിലെ തീയതികളുടെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഈ കോളത്തിലെ അവസാനത്തെ സെല്ലിലേക്ക് പോകാനായിട്ട് കൺട്രോൾ ഡൗൺ ആരോ. ഈ കോളത്തിലെ ആദ്യത്തെ സെല്ലിലേക്ക് പോകാനായിട്ട് കൺട്രോൾ അപ്പ് ആരോ. അടുത്ത സ്റ്റെപ്പ് ഈ തീയതികൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാസത്തിൻ്റെ പേര് എക്സ്ട്രാക്റ്റ് ചെയ്യാന്നുള്ളതാണ്. അതിനുവേണ്ടി മന്ത്, ഇവിടെ ടെക്സ്റ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. ഈക്വൽ ടെക്സ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. തീയതി കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക. കോമ, തീയതിയിൽ നിന്നും മാസത്തിൻ്റെ പേര് കിട്ടാനായിട്ട് ഡബിൾ കോട്ട്സ് എം എന്ന അക്ഷരം 4 തവണ ടൈപ്പ് ചെയ്യുക. ഡബിൾ കോട്ട്സ് എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഈ തീയതിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാസത്തിൻ്റെ പേര് ഇവിടെ കിട്ടി. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാനായിട്ട് എക്സൽ ഫിൽ ഹാൻഡിലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അടുത്തതായിട്ട് ഈ തീയതികളിൽ നിന്നും ദിവസത്തിൻ്റെ പേര് കണ്ടെത്താനായിട്ട് ഡേ എൻ്റർ. വീണ്ടും ടെക്സ്റ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. ഈക്വൽ ടെക്സ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. തീയതി കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക. കോമ, ഡബിൾ കോട്ട്സ് ഡി എന്ന അക്ഷരം 4 തവണ ടൈപ്പ് ചെയ്യുക. ഡബിൾ കോട്ട്സ് എൻ്റർ. നോക്കുക, 2020 ജനുവരി 1 ഒരു ബുധനാഴ്ചയാണ്. ഇനി ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ഇനി തീയതികളിൽ നിന്നും വർഷം കിട്ടാനായിട്ട് ഇയർ, വീണ്ടും ടെക്സ്റ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. തീയതി കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക. കോമ, ഡബിൾ കോട്ട്സ് വൈ എന്ന അക്ഷരം 4 തവണ ടൈപ്പ് ചെയ്യുക. ഡബിൾ കോട്ട്സ് എൻ്റർ. ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. കൺട്രോൾ ഡൗൺ ആരോ, കൺട്രോൾ അപ്പ് ആരോ. ഇനി കോളം ഹെഡേഴ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഒന്ന് ചേഞ്ച് ചെയ്യാണ്. ബോൾഡ്, ഇറ്റാലിക്, സെൻറ്ററിലേക്ക് അലൈൻ ചെയ്യുന്നു. ഇനി ഈ ഡേറ്റ ഉപയോഗിച്ച് ഒരു പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ സെല്ലുകളിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. ഇൻസേർട്ട് ടാബിൽ പിവറ്റ് ടേബിൾ നോക്കുക. പിവറ്റ് ടേബിൾ ഫ്രം ടേബിൾ ഓർ റേഞ്ച് എന്ന ഡയലോഗ് ബോക്സ് വന്നു.
ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡേറ്റ ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്യപ്പെട്ട കാണാം. എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റ്, പിവറ്റ് ടേബിൾ ഏത് സെല്ലിലാണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ സെല്ല് സെലക്ട് ചെയ്യുക. ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പിവറ്റ് ടേബിൾ പ്ലേസ് ഹോൾഡർ വന്നു. ഇനി പിവറ്റ് ടേബിൾ ഫീൽഡ്സിൽ നിന്നും മന്ത് എന്ന ഫീൽഡിനെ ഡ്രാഗ് ചെയ്ത് റോസ് എന്ന ഏരിയയിലേക്ക് ഇടുക. നോക്കുക, പിവറ്റ് ടേബിളിൽ മാസങ്ങളുടെ പേരുകൾ വന്നു. ഇനി ഡേ എന്ന ഫീൽഡിനെ ഡ്രാഗ് ചെയ്ത് കോളംസ് എന്ന ഏരിയയിലേക്ക് ഇടുക. നോക്കുക, ആഴ്ചയിലെ ദിവസങ്ങളുടെ പേരുകൾ കോളം ഹെഡേഴ്സായിട്ട് വന്നാൽ കാണാം. ഇനി ഈ കോളങ്ങളുടെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കോളങ്ങൾ സെലക്ട് ചെയ്യുന്നു. പിവറ്റ് ടേബിൾ ഓരോ തവണ അപ്ഡേറ്റ് ചെയ്യുമ്പോഴും കോളംസ് ഓട്ടോ ഫിറ്റ് ചെയ്യുന്നത് ഒഴിവാക്കാനായിട്ട് റൈറ്റ് ക്ലിക്ക്, പിവറ്റ് ടേബിൾ ഓപ്ഷൻസ്, ഓട്ടോ ഫിറ്റ് കോളം വിഡ്സ് ഓൺ അപ്ഡേറ്റ് എന്ന ചെക്ക് ബോക്സ് അൺമാർക്ക് ചെയ്യാം. ഓക്കെ. ഇനി ഡേറ്റ് എന്ന ഫീൽഡിനെ ഡ്രാഗ് ചെയ്ത് വാല്യൂസ് എന്ന ഏരിയയിലേക്ക് ഇടുമ്പോൾ നമ്മളുടെ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരമായി. അതായത് ജനുവരി 1, 2020 തുടങ്ങി ഡിസംബർ 31, 2024 വരെയുള്ള 5 വർഷങ്ങളിലെ വെള്ളിയാഴ്ചകളുടെ എണ്ണമായി 261. ഇനി ആദ്യത്തെ ചോദ്യം, 2022 എന്ന വർഷത്തിലെ ഞായറാഴ്ചകളുടെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അതിനുവേണ്ടി ഇയർ എന്ന ഫീൽഡിനെ ഡ്രാഗ് ചെയ്ത് ഫിൽറ്റേഴ്സ് എന്ന ഏരിയയിലേക്ക് ഇടുക. ഈ പിവറ്റ് ടേബിളിനെ നമ്മൾക്ക് ആവശ്യമുള്ള വർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണിത്. ഈ ഫിൽറ്റർ ഹെഡിൽ ക്ലിക്ക് ചെയ്യുന്നു. നോക്കുക, വർഷങ്ങൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കാണാം. സെലക്ട് മൾട്ടിപ്പിൾ ഐറ്റംസ്, ഓൾ. 2022 നേരെയുള്ള ചെക്ക് ബോക്സ് മാർക്ക് ചെയ്യുന്നു. ഓക്കെ. നോക്കുക, 2022 ഞായറാഴ്ചകളുടെ എണ്ണമാണ് കാണുന്നത്, 52. ഇനി ഈ സെല്ലിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു വർക്ക്ഷീറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഇവിടെ 2022 ഞായറാഴ്ചകളുടെ ലിസ്റ്റ് കാണാം. ഈ ഡേറ്റയെ സോർട്ട് ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക്, സോർട്ട് ഓൾഡസ്റ്റ് ടു ന്യൂവസ്റ്റ്. നോക്കുക, 2022 ജനുവരി മാസത്തിൽ ഞായറാഴ്ചകൾ വരുന്ന തീയതികൾ, മാർച്ച്, ഏപ്രിൽ മാസത്തെ തീയതികൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 3, 10, 17, 24. 3, 10, 17, 24. മെയ് മാസം 1, 8. ഇനി മൂന്നാമത്തെ ചോദ്യം, 2023 ജൂണിൽ ബുധനാഴ്ചകൾ വരുന്ന തീയതികളുടെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഈ ഫിൽറ്റർ ഹെഡിൽ ക്ലിക്ക് ചെയ്യുന്നു. 2023. ഓക്കെ. 2023 ജൂൺ മാസത്തിലെ ബുധനാഴ്ചകളുടെ എണ്ണമാണ് കാണുന്നത്. ഇനി ഈ സെല്ലിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു വർക്ക്ഷീറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഇവിടെ 2023 ജൂൺ മാസത്തിലെ ബുധനാഴ്ചകളുടെ ലിസ്റ്റ് കാണാം. റൈറ്റ് ക്ലിക്ക്, സോർട്ട് ഓൾഡസ്റ്റ് ടു ന്യൂവസ്റ്റ്, 7, 14, 21, 28. കാലണ്ടർ ഓപ്പൺ ചെയ്യുന്നു. 2023 ജൂൺ 7, 14, 21, 28. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പിവറ്റ് ടേബിൾ ഉപയോഗിച്ചിട്ട് തീയതികളുമായിട്ട് ബന്ധപ്പെട്ട അനേകം ചോദ്യങ്ങൾക്ക് വളരെ പെട്ടെന്ന് നമുക്ക് സൊല്യൂഷൻസ് കണ്ടെത്താൻ സാധിക്കും. ഇവിടെ തീയതികളുടെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഫിൽ സീരീസ് എന്ന ഓപ്ഷനാണ് നമ്മൾ ഉപയോഗിച്ചത്. എക്സലിലെ സീക്വൻസ് ഫംഗ്ഷൻ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് തീയതികളുടെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമല്ല, ഈ മെത്തേഡിനെ കുറച്ചുകൂടി ഡൈനാമിക് ആക്കാനും സാധിക്കും. ആ ടെക്നിക്കിനെ കുറിച്ച് പിന്നീട് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. മറ്റൊരു എക്സലിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.